ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വ്യായാമങ്ങൾക്ക് പുറമെ നമ്മളിൽ പലരും ഭക്ഷണക്രമത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പലപ്പോഴും തടി കുറയ്ക്കാൻ സഹായിക്കുന്നതിന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടുന്നു. എന്നാൽ അവയിൽ ഏതാണ് യഥാർത്ഥ വില്ലൻ? പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ, വൈറ്റമിനുകൾ, ധാതുക്കൾ എന്നീ 5 പോഷകങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഈ പോഷകങ്ങളെല്ലാം ഒരു പ്ലേറ്റിൽ നിറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭക്ഷണത്തെ സമീകൃത ആഹാരം എന്ന് വിളിക്കാൻ കഴിയുന്നത്. അതിനാൽ അവയൊന്നും വില്ലനല്ല എന്നതാണ് ഇതിനർത്ഥം. അപ്പോൾ അവ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്നത്? ഒരു ഭക്ഷണത്തിൽ കഴിക്കുന്ന ചില പോഷകങ്ങളുടെ അളവ് നാം ചൂഷണം ചെയ്യുമ്പോൾ അവ വില്ലന്മാരായി മാറും. കൊഴുപ്പുകളുടെ തരങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് പ്രധാനമാണ്. ആരോഗ്യകരവും അനാരോഗ്യകരവുമായ കൊഴുപ്പുകളുണ്ട്. നിങ്ങൾ ദിവസവും ബ്രെഡും ബട്ടറും കഴിക്കാൻ പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാരം വർദ്ധിക്കും. ശരീരഭാരം കുറയ്ക്കാനുള്ളൊരു ഡയറ്റ് പ്ലാൻ, കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പും മിതമായ അളവിൽ കഴിക്കുന്നത് വില്ലനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡയറ്റ് പ്ലാൻ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.